എപ്പിസോഡ് ഓപ്പണിംഗ് സീനില് ഇപ്പൊ ഉസോപ്പ് അവൻ ഫുൾ കലിപ്പില് ആ വില്ലന്മാരോട് പറയും, ഞാൻ വലിയൊരു പൈററ്റാണ്, സോ മര്യാദയ്ക്ക് എന്റെ പണം അത് തിരികെത്താ. ആ പണം ഉപയോഗിച്ച് ഞങ്ങളുടെ കപ്പൽ റിപ്പയർ ചെയ്യണം. അതിനുവേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടേക്ക് വന്നത്. അത് തിരികെ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ ആരെയും ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ഉസോപ്പ് വീണ്ടും അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അവരുടെ ടീം ക്യാപ്റ്റൻ ഉസോപ്പിനെ സിമ്പിളായിട്ട് അടിച്ച് താഴെയിടും. എന്നിട്ട് അവന്റെ ടീം മെമ്പേഴ്സിനോട് ഇപ്പൊ വിളിച്ചു പറയും, തല്ലിക്കൊല്ലവനെ, എല്ലാവർക്കും അവനെ ചവിട്ടിക്കൂട്ടി ട്രെയിനിങ് എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഞാൻ തരാണ്. അവരത് കേട്ട് ഇപ്പൊ ഉസോപ്പിനടുത്തേക്ക് ഓടിയെടുക്കും. ഉടനെ ഉസോപ്പ് അവനൊരു ഗോലി എടുത്ത് ആ ടീം ലീഡറിന്റെ നേർക്ക് അങ്ങനെ അയക്കും. ലീഡർ ആണെങ്കിൽ അത് സിമ്പിളായി തടഞ്ഞ് അങ്ങനെ പൊട്ടി അങ്ങോട്ട് തെറിപ്പിച്ചു കളയും. അത്രയും വലിയ പൊട്ടിത്തെറി അതുണ്ടായിട്ട് പോലും ആ വില്ലൻ ഒരു പോറൽ പോലും ഏൽക്കില്ല. ഉസോപ്പ് ഷോക്കാവും, ഇവിടെ എന്താ സംഭവിക്കണേ, അവനെന്താ ഒന്നും സംഭവിക്കാത്ത. അപ്പോഴായിരിക്കും ആ ലീഡർ വില്ലൻ അവൻ പറയാ, ഇതുപോലുള്ള ഡ്യൂക്ലി പവറൊന്നും എന്റെ ബോഡിയിൽ ഏൽക്കില്ല. ഞാനാണ് സാക്ഷാൽ ഫ്രാങ്കി, നിന്നെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇനി ഈ ടൗൺ വിട്ട് നിനക്കും നിന്റെ ടീമിനും പുറത്തു പോകണമെങ്കിൽ ഞാൻ വിചാരിക്കണം. അടുത്ത സെക്കൻഡ് ആ വില്ലന്റെ ടീമിലുള്ള എല്ലാവരും ചേർന്ന് ഉസോപ്പിനെ പിടിച്ചു വെക്കും. ഉസോപ്പ് എപ്പോഴും ഉപയോഗിക്കുന്ന അവന്റെ ഗോലയും ആ തെയ്യുന്ന തെറ്റാലയും അത് രണ്ടും അവന്റെ പോക്കറ്റിൽ നിന്ന് താഴേക്ക് വീഴും. അവർക്കാണെങ്കിൽ അത് കണ്ട് അവരുടെ ചിരി കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അവർ ചോദിക്കും, ഓ ഇത് വെച്ചാണോ നീ നിന്റെ ടീമിലുള്ള ബാക്കിയുള്ള പൈററ്റ്സും ഫൈറ്റ് ചെയ്യുന്നേ? ഉടനെ അവരെല്ലാവരും ഇപ്പൊ ഉസോപ്പിനെ അറഞ്ചം പൊറഞ്ചം തല്ലി തല്ലി കൊല്ലാണ്. ആ മെയിൻ ലീഡർ അവൻ ഉസോപ്പിന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് 200 മില്യനും എടുത്ത് അടുത്ത റൂമിലേക്ക് പോകും. ഉസോപ്പ് അത് കണ്ട്, നോ, എന്റെ ക്യാഷ് അതെനിക്ക് തിരികെ വേണമെന്ന് പറഞ്ഞ് നിലവിളിച്ച് കൊണ്ടേയിരിക്കും. പക്ഷെ പാവ ഉസോപ്പിന്റെ നിലവിളി അവരാരും കേൾക്കില്ല. കട്ട് ചെയ്ത നാമി അവളിപ്പോ ഒരു ഗണ്ണൊക്കെ കയ്യിൽ പോയിന്റ് ചെയ്ത് അങ്ങനെ നിൽക്കുകയാണ്. കാരണം അവൾ ഒറ്റയ്ക്കാണ് ഇപ്പൊ ആ ഷിപ്പിലുള്ളത്. ആരെങ്കിലും അവളെയോ ഷിപ്പിനെയോ അറ്റാക്ക് ചെയ്യാൻ വന്ന അവരെ ഷൂട്ട് ചെയ്യാനാണ് നമ്മുടെ പെങ്കൊച്ച് ഇപ്പൊ പവറായിട്ട് നിൽക്കുക. കട്ട് ചെയ്ത സാഞ്ചി, സോറോ, ചോപ്പർ അവര് 3 പേരും നാമി കൊടുത്ത മാപ്പ് അത് പ്രകാരമുള്ള കറക്റ്റ് സ്ഥലത്തേക്ക് ഇപ്പൊ റീച്ച് ആവും. അവരാണെങ്കിൽ അവിടെ മുഴുവൻ തിരയും, പക്ഷെ ഉസോപ്പിനെ അവിടെ കാണാനുണ്ടാവില്ല. അതേസമയം ചോപ്പർ അവൻ അവിടെ മുഴുവൻ നടന്ന് ഉസോപ്പ് ഉസോപ്പ് എന്ന് വിളിച്ചു കൊണ്ടേയിരിക്കും. അങ്ങനെ കുറച്ച് മുൻപോട്ട് പോകുമ്പോ കുറച്ച് രക്തത്തിന്റെ പാടുകള് ഇപ്പൊ ചോപ്പർ കാണും. ചോപ്പറിന് പിടികിട്ടും ഉസോപ്പ് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാതെ എവിടേക്കോ പോയെന്ന്. ചോപ്പർ പതിയെ പതിയെ ആ രക്തം വീണ ഭാഗം അതിലങ്ങനെ നോക്കി മുൻപോട്ട് നടക്കും. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. നമ്മുടെ ലൂഫി അവൻ നോ രക്ഷിക്കേ എന്നൊക്കെ പറഞ്ഞ് നിലവിളിച്ച് ഇപ്പൊ വെള്ളത്തിലേക്ക് എടുത്തടിച്ചു വീഴും. നമ്മുടെ ചെക്കന്മാർ ഓടിപ്പോയി ഇപ്പൊ ലൂഫിയെ പിടിച്ചു വലിച്ച് കരയിലേക്ക് കൊണ്ടുവരും. അവർ ചോദിക്കും, എന്തു പറ്റി, എവിടുന്നാ വരുന്നേ? അതിനവൻ പറയും, ഞാനും ഈ ഫിഷ് അത് ചാടുന്നത് പോലെ ആ ഒരു വെള്ളച്ചാട്ടത്തിൽ നിന്ന് എടുത്തു ചാടാൻ ശ്രമിച്ചതാണ്. പക്ഷെ കുറച്ച് ഹൈറ്റ് ഒന്ന് കൂടിപ്പോയി. സോ അങ്ങനെ എയറിലൂടെ സ്കിപ്പ് ചെയ്ത് ഞാൻ വെള്ളത്തിൽ വീണു. ഉടനെ സാഞ്ചി അവൻ ലൂഫിയോട് പറയും, ഉസോപ്പിനെ അവര് വീണ്ടും തട്ടിക്കൊണ്ടുപോയി അവനെ തല്ലി തല്ലി അവരവശനാക്കി കഴിഞ്ഞു. സോ എത്രയും പെട്ടെന്ന് അവനെ കണ്ടെത്തണം. മാത്രമല്ല നമുക്ക് നഷ്ടപ്പെട്ട 200 മില്യൺ അതും തിരികെ പിടിക്കണം. ഇവിടെ മുഴുവൻ ഉസോപ്പിന്റെ ബ്ലഡ് മാത്രമാണ് കാണാനുള്ളത്. സോ തീർച്ചയായിട്ടും അവരവനെ ഒരുപാട് ഉപദ്രവിച്ചിരിക്കണം. അത് കേട്ട് ലൂഫി അവന് കലി കയറും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഐസ്ബർഗിനെ കാണിക്കും. ഐസ്ബർഗിനോട് ഒരുപാട് ദേഷ്യപ്പെട്ട് ആ നേവി ഓഫീസേഴ്സ് അവിടുന്ന് കടന്നു പോകും. ഐസ്ബർഗ് ആണെങ്കിൽ ആളുടെ അസിസ്റ്റന്റിനോട് പറയും, എന്റെ കയ്യിലുള്ള ഒരു സാധനം അവർക്ക് ആവശ്യമാണ്, അതിനുവേണ്ടിയാണ് അവർ ഈ ഡീലൊക്കെ എനിക്ക് മുൻപിൽ വെക്കുന്നത്. പക്ഷെ ഇത്ര കാലമായിട്ടും ഞാനത് ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എപ്പോഴും എന്നോട് ദേഷ്യപ്പെട്ടാവും അവരിവിടുന്ന് തിരികെ പോവുക. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ഐസ്ബർഗിന്റെ തൊട്ടു പുറകിലായി റോബിന്റെ ഒരു പോസ്റ്റ് കാണിക്കും. കട്ട് ചെയ്ത ഇവിടെ നമ്മുടെ ആൾക്കാര് ഒരു വിധത്തില് ഉസോപ്പിനെ കണ്ടുപിടിച്ചു. ഒരുപാട് അടിയൊക്കെ കിട്ടി അവനിപ്പോ മരണത്തോട് മല്ലടിക്കുകയാണ്. ചോപ്പർ ഉടനെ ഉസോപ്പിനെ ചെക്ക് ചെയ്യും. ചോപ്പർ പറയും, ജീവനുണ്ട്, പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഇവന് ട്രീറ്റ്മെന്റ് കൊടുക്കണം. അത് കേട്ട് ലൂഫി അവൻ പറയും, നിന്നോടിത് ചെയ്തവരെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല. സോറോ, സാഞ്ചി, ലൂഫി, ചോപ്പർ അവര് 4 പേരും ആ വില്ലന്മാരെ ഇട്ടിക്കാനായിട്ട് സ്റ്റൈലായി
അവരുടെ ഹൈഡ് ഔട്ടിലേക്ക് പോവാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ആ ഫ്രാങ്കി ടീംസിനെ കാണിക്കും. അവർക്കാണെങ്കിൽ 200 മില്യൺ ബെറീസ് കിട്ടിയതില് ഒരുപാട് സന്തോഷമാണ്. പാട്ടും ഡാൻസും ഫുഡൊക്കെ ആയിട്ട് അവരങ്ങനെ പാർട്ടി ആഘോഷിക്കും. അതേ സമയത്ത് നമ്മുടെ ആൾക്കാര് അവരുടെ മനസ്സിൽ ഇപ്പോഴും ഉസോപ്പിന്റെ ചോര ഒലിച്ചു കിടക്കുന്ന ആ ഒരു ഫേസ് ആണ്. അവര് പതിയെ ഉസോപ്പ് അവരുടെ ടീമിൽ ചേർന്നതും ഓരോ തവണയും അവൻ ചെയ്ത കാര്യങ്ങളും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതും അങ്ങനെ വളരെ ഹാപ്പി ആയിരുന്ന എല്ലാ കാര്യങ്ങളും ഓർത്തെടുക്കും. അവസാനം അവന്റെ ഇപ്പോഴത്തെ രൂപവും നമ്മുടെ ആൾക്കാർക്ക് 4 പേർക്കും ഇപ്പൊ അവർ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയില്ല. നമ്മുടെ ആൾക്കാര് അങ്ങനെ നടന്ന് ആ വില്ലന്മാരുടെ ഹൈഡ് ഔട്ടിന്റെ തൊട്ട് മുൻപിലെത്തും. അപ്പോഴായിരിക്കും അതിലൊരു ആചാനുബാഹു വില്ലൻ അവൻ ഡോർ തുറന്ന് അങ്ങനെ ഹായായിട്ട് പുറത്തേക്ക് വരിക. അവനെ കാണുമ്പോ തന്നെ ഇവിടെ ലൂഫിയുടെ കലിപ്പ് അത് കേറി വരും. അവൻ കൈ മടക്കി ഒരൊറ്റ അടി. ആ ഒരു അടിയില് അവൻ കിലോമീറ്ററോളം തെറിച്ചു പോയി അടിച്ച് താഴെ വീഴും. അത് കണ്ട വില്ലന്മാര് ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. അവരിപ്പോ നമ്മുടെ ആൾക്കാരെ നോക്കും. അവർക്ക് പിടികിട്ടും ഇത് സ്ട്രോ ഹാറ്റ് ലൂഫിയും അവന്റെ ടീമുമാണ്. ഉടനെ 2 ടീമും വമ്പൻ ആക്ഷൻസ് ഒക്കെ ഇട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. നമ്മുടെ ആൾക്കാരുടെ പവർ അത് ഓൾറെഡി ആ വില്ലന്മാർക്ക് അറിയാം. കാരണം സോറോയ്ക്കും ലൂഫിക്കും അവർക്ക് 2 പേർക്കും ബൗണ്ടീസ് ഉണ്ട്. അപ്പൊ ആ വില്ലന്മാരുടെ ഇടയിൽ നിന്ന് ഒരു കെടാമുട്ടൻ അവൻ അങ്ങനെ നടന്ന് നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് പോവും. വില്ലന്മാർക്കാണെങ്കിൽ നമ്മുടെ ആൾക്കാരെ കുറച്ച് പേടിയൊക്കെ ഉണ്ട്. പക്ഷേ ഉസോപ്പിനെ അടിച്ചപ്പോ അവൻ തിരിച്ച് ഒരു ചെറുവിരൽ പോലും അനക്കിയിരുന്നില്ല. സോ അതുപോലെ തന്നെ ഇവരും ലൂസേഴ്സ് ആയിരിക്കുന്നു കരുതി അവരിപ്പോ അങ്ങനെ ചിരിച്ചു നിൽക്കും. ലൂഫി ഉടനെ അവന്റെ ഒരുപാട് കൈകൾ ക്രിയേറ്റ് ചെയ്ത് അവരെ അറഞ്ചം പുറഞ്ച് ഇടിക്കാനായിട്ട് തുടങ്ങും. അത് കണ്ട വില്ലന്മാര് ഒരു ഷീൽഡിനുള്ളില് അങ്ങനെ കയറി നിൽക്കും. ലൂഫി എത്രയൊക്കെ ഇടിച്ച് തകർക്കാൻ ശ്രമിച്ചിട്ടും ആ ഷീൽഡിനാണെങ്കിൽ ഒന്നും സംഭവിക്കില്ല. പക്ഷെ ലൂഫി ആണെങ്കിൽ വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. അവൻ വീണ്ടും അതിൽ ഇടിച്ചു കൊണ്ടേയിരിക്കും. അവന്റെ കൈ അത് വേദനയില് അങ്ങനെ റെഡിഷ് ആവും. ലൂഫി അവന്റെ ഫുൾ പവറും എടുത്ത് ആഞ്ഞൊരൊറ്റ ഇടി. ആ ഒരു ഇടിയില് ആ ഷീൽഡ് അത് തകരും. വില്ലന്മാരാണെങ്കിൽ അത് കണ്ട് അങ്ങനെ ഫ്രീസ് ആയിട്ട് നിൽക്കും. അടുത്ത സെക്കൻഡ് വില്ലന്മാര് പീരങ്കിയൊക്കെ സെറ്റാക്കി നമ്മുടെ ആൾക്കാരെ ഷൂട്ട് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. അവരടുത്ത നിമിഷം ആ കനോൻ ബോൾസ് നമ്മുടെ ആൾക്കാരെ ലക്ഷ്യമാക്കി അങ്ങനെ ഷൂട്ട് ചെയ്യാനായിട്ട് ആരംഭിക്കും. സോറോ സിമ്പിളായി അവന്റെ 3 സ്ക്വാഡ് അതുപയോഗിച്ച് ആ കനോൻ ബോൾസ് മുഴുവൻ 2ആയി വെട്ടി ദൂരേക്ക് എറിയും. വില്ലന്മാർക്കാണെങ്കിൽ അത് കണ്ട് എന്താ പറയണ്ടേന്ന് അറിയില്ല. കാരണം അത് അയൺ കൊണ്ട് ക്രിയേറ്റ് ചെയ്ത വലിയ കനോൻ ബോളാണ്. അതുപോലും നമ്മുടെ ആൾക്കാർ ഈസി ആയിട്ട് തകർത്തു കളഞ്ഞു. ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് പറഞ്ഞ് ആ വില്ലന്മാർ ആലോചിക്കുമ്പോഴേക്കും സോറോ അവന്റെ സ്ക്വാഡ് കൊണ്ടുവന്ന് ആ ഒരു പീരങ്കി തന്നെ വെട്ടി 2 കഷ്ണമാക്കും. അതുകൂടെ ആവുമ്പോ വില്ലന്മാർക്ക് വേറെ വഴിയില്ലാന്നാവും. അവരുടനെ ബാക്ക് ഡോർ വഴി രക്ഷപ്പെടാനായിട്ട് അവിടേക്ക് ഓടും. സാഞ്ചി ഉടനെ അവരുടെ പിന്നാലെ ഓടി ഓരോരുത്തരെയും അവന്റെ കാല് വെച്ച് അറഞ്ചം പൊറഞ്ചം അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലാനായിട്ട് തുടങ്ങും. ഉടനെ ബാക്കിയുള്ള നമ്മുടെ ആൾക്കാരും ചേർന്ന് അവരെ റൗണ്ട് ചെയ്ത് അച്ചറം പൊച്ചറം തല്ലും. അവര് കാല് പിടിച്ച് നമ്മുടെ ആൾക്കാരോട് കെഞ്ചും, ദയവ് ചെയ്ത് ഞങ്ങളെ തല്ലരുത്. നിങ്ങൾക്ക് ആവശ്യം ആ 200 മില്യൺ അല്ലേ? അത് ഞങ്ങളുടെ ബോസ് ഫ്രാങ്കിയുടെ കയ്യിലാണ്. അവൻ കപ്പലില് അത് മറ്റെവിടേക്ക് കൊണ്ടുപോയി. അദ്ദേഹം അതുകൊണ്ട് ബ്ലാക്ക് മാർക്കറ്റിൽ എന്തോന്ന് വാങ്ങാനായി പോയിരിക്കുകയാണ്. സോ ദയവ് ചെയ്ത് ഞങ്ങളെ അടിക്കരുത്. സാഞ്ചി പറയും, ഞങ്ങളുടെ പണം അത് മോഷ്ടിച്ചതുകൊണ്ട് മാത്രമല്ല നിങ്ങളെ ഞങ്ങൾ തല്ലുന്നത്. ഞങ്ങളുടെ ഫ്രണ്ടിനെ തല്ലി നിങ്ങൾ ഈ അവസ്ഥയിലാക്കി. അതിനൊരു കാരണവശാലും നിങ്ങളോട് ക്ഷമിക്കില്ല. ആക്ച്വലി ഞങ്ങളുടെ റിയൽ ഫൈറ്റ് അത് ഇതുവരെ സ്റ്റാർട്ടായിട്ട് പോലും ഇല്ല. കട്ട് ചെയ്ത ആ വില്ലന്മാര് അവര് വീണ്ടും ഇപ്പൊ അവരുടെ കയ്യിലുള്ള കത്തി, പാത്രങ്ങള്, ഫുഡ് ഐറ്റംസ് അങ്ങനെ എല്ലാം ഉപയോഗിച്ച് നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്യും. പക്ഷെ നമ്മുടെ ആൾക്കാർക്ക് ഒരു പോറൽ പോലും പറ്റില്ല. അടുത്ത സെക്കൻഡ് നമ്മുടെ ആൾക്കാര് അവരാണെങ്കിൽ ആ ഫ്രാങ്കി ഹൗസ് പോലും അങ്ങനെ തല്ലി തകർക്കും. കട്ട് ചെയ്ത ഇവിടെ ഫ്രാങ്കിയും അവന്റെ ടീമും അവരിപ്പോ ട്രെയിനിൽ കയറി എങ്ങോട്ടോ പോവാണ്. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഫൈറ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ ആൾക്കാര് അവരാണെങ്കിൽ ഇപ്പൊ കൂലങ്കക്ഷായിട്ട് ആലോചിക്കുകയാണ്. ഫ്രാങ്കി അവനിപ്പോ എവിടേക്കായിരിക്കും പോയിട്ടുണ്ടാവുക? നമുക്ക് നഷ്ടപ്പെട്ട പണം അതവൻ ചെലവാക്കി തീർക്കോ? അതിനു മുൻപ് ആ പണം നമുക്ക് തിരികെ കിട്ടുമോ? കട്ട് ചെയ്ത ഇവിടെ ചോപ്പർ അവനാണെങ്കിൽ ഉസോപ്പിന്റെ ബോഡിയിലെ പരുക്കുകളെല്ലാം തന്നെ മരുന്ന് വെച്ച് കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ലൂഫി അവൻ പറയും, ഗോൻമറി കപ്പല് അത് നമുക്ക് ഇവിടെ ഇട്ട് പോകാം എന്നവൻ പറയുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.